നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. മിഥുൻ പിള്ള കണക്റ്റഡാണ്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക് സന്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന ഒരു ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത്. മിഥുൻ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മിഥുൻ കേൾക്കാമോ? മിഥുൻ, ഇന്നിപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളും നടന്നു വരികയായിരുന്നു. ഇതിനിടെ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിലാണ് ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡും മറ്റ് പരിപാടികളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നത്. ഈ പരിപാടിയിലാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രസംഗം അവസാനിപ്പിച്ച് ഒരു നിമിഷം പെട്ടെന്ന് അദ്ദേഹം സ്തബ്ധനാവുകയും പെട്ടെന്ന് പുറകിൽ മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിറകിലുണ്ടായിരുന്ന പോലീസുകാരൊക്കെ ഉടൻ തന്നെ അദ്ദേഹത്തെ പിടിക്കുകയും അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ ഒരു കൊഴിഞ്ഞു വീണ അദ്ദേഹത്തെ വെള്ളം കൊടുത്തതിന് ശേഷം അദ്ദേഹം നടന്നാണ് ആംബുലൻസിലേക്ക് കയറിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഈ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതിൽ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു സംഭവം. അദ്ദേഹം പ്രസംഗിച്ചു ദിന സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ആ പ്രസംഗം കഴിഞ്ഞ് ഒരു നിമിഷം ശബ്ദനായി പോവുകയും പെട്ടെന്ന് പുറകിലേക്ക് മറിയുകയുമായിരുന്നു. ഈ BP ലോ ആയതാണ് ഈ ഒരു സംഭവത്തിന് കാരണമെന്നടക്കം പറയപ്പെടുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. ശ്യാം. ഓക്കെ മിഥുൻ, എന്തായാലും റിപ്പബ്ലിക് ദിനത്തിൽ ഇത്തരത്തിൽ ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ് കണ്ണൂരിൽ നിന്നും കാണേണ്ടി വരുന്നത്. മന്ത്രി കടകംപള്ളി അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയതിനു ശേഷം ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ആശങ്കപ്പെടേണ്ടതില്ല, നടന്നു തന്നെയാണ് അദ്ദേഹം. വലിയ ആശ്വാസമാണ്. അതെ. എന്തായാലും